ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ സബ്വൂഫറിൻ്റെ ചെറിയൊരു റീസ്റ്റോറേഷൻ വീഡിയോ ആണ്. 2 വർഷത്തോളമായി ഈ സാധനം ഉപയോഗിച്ചിട്ട് എൻ്റെ ആംപ്ലിഫയറിൻ്റെ സബ്വൂഫറിൻ്റെ ഒരു ഐസി ഉണ്ട്. അത് അടിച്ച് പോയതിന് ശേഷം പിന്നെ സബ്വൂഫർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ 2 വർഷത്തിന് ശേഷം ഇത് ഒന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ആൾ നല്ല രീതിക്ക് പൊടി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വൂഫർ നമ്മൾ അഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടി തന്നെ ആദ്യം വൂഫറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, വൂഫറിൻ്റെ മുകളിൽ വയ്ക്കുന്നത്. അത് നമ്മൾ അഴിച്ചു മാറ്റണം. അത് അഴിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ അവസ്ഥയാണ് ഇത്. വൂഫർ നല്ല രീതിക്ക് പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ സ്ക്രൂസൊക്കെ ഒന്ന് നമ്മളെ വൂഫർ ഉറപ്പിച്ചിരിക്കുന്ന ഈ സ്ക്രൂകളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. അങ്ങനെ നമ്മളുടെ സ്ക്രൂസും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വൂഫർ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണ്. പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല രീതിക്ക് മാറലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ബോക്സിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് പണിയെടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് ഇതൊക്കെ. നല്ല രീതിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്പീക്കർ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇത് സാധാരണ ഒരു നോർമൽ ഒരു സ്പീക്കറിലേക്ക് കൊടുക്കുന്ന കണക്ഷനാണ് നമ്മളെ വൂഫറിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു വൂഫർ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വോയിസ് നമുക്ക് കേട്ടിട്ട് വരാം. നമ്മുടെ വൂഫർ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കി. പ്രത്യേകിച്ചിട്ട് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് തിരിച്ച് ബോക്സിലേക്ക് തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ബോക്സ് ഇവിടെ ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിലൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് തിരിച്ച് വൂഫർ വൂഫർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല രീതിക്ക് സൂക്ഷിക്കണം. ഇത് അഴിക്കുമ്പോഴൊക്കെ നല്ല രീതിക്ക് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പേപ്പറോ കാര്യങ്ങളോ വൂഫർ അഴിക്കുമ്പോൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ടിട്ടൊന്നും അതിൻ്റെ പേപ്പറോ കാര്യങ്ങളൊന്നും ഡാമേജ് വരുത്താതിരിക്കുക. നല്ല രീതിക്ക് സൂക്ഷിച്ചിട്ട് തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ ഈ വൂഫറിന് ഏകദേശം 1500 അല്ലെങ്കിൽ 2000 രൂപയുടെ ഉള്ളിൽ തന്നെ ഇതിന് വൂഫറിന് വില വരുന്നുണ്ട്. എത്ര വാട്ട്സിൻ്റെ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് എടുത്തിട്ട് തന്നെ 3 വർഷത്തോളമായി. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് സൂക്ഷിക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കേടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നല്ല രീതിക്ക് എക്സ്പെൻസീവ് ആകുന്നതൊക്കെ നേരെയാക്കണമെങ്കിൽ. പിന്നെ ഇങ്ങനത്തെ വൂഫറിനൊക്കെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. എന്നാലും നല്ല രീതിക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ഗൈസ്.